أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله സർവസ്തുതിയും അള്ളാഹുവിനാണ്. അല്ലതി എങ്ങനത്തെ അള്ളാഹുവാണ് ഖലഖസ് സമാവാതി വൽ അർള ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച. വജഅല അവൻ ആക്കി അദ്ദുലുമാതി വന്നൂർ ഇരുട്ടുകളും പ്രകാശവും ഉണ്ടാക്കിയവൻ. സുമ്മല്ലദീന കഫറു എന്നിട്ടും ഈ നിഷേധികൾ ബി റബ്ബിഹിം അവരുടെ ആ റബ്ബിനെ യഅദിലൂൻ അവർ പകരക്കാരെ നിശ്ചയിക്കുന്നു. ഹുവല്ലദീ ഖലഖക്കും അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് മിൻ തീനിൻ മണ്ണിൽ നിന്ന്. സുമ്മ ഖളാ അജല പിന്നെ നിങ്ങൾക്ക് ഒരു അവധിയും നിശ്ചയിച്ചു. വ അജലും മുസമ്മൻ ഇൻദഹു അവൻ്റെ അടുക്കൽ മറ്റൊരു അവധിയുമുണ്ട്. സുമ്മ അൻതും തംതറൂൻ എന്നിട്ടും നിങ്ങൾ സംശയിക്കുന്നു. വഹുവല്ലാഹു ഫിസ് സമാവാതി വൽ അർളി ആകാശങ്ങളിലെയും ഭൂമിയിലെയും അള്ളാഹു അവൻ തന്നെയാണ്. യഅലമു സിർറക്കും വജഹറക്കും നിങ്ങളുടെ പരസ്യങ്ങളും രഹസ്യങ്ങളും അവൻ അറിയുന്നു. വയഅലമു മാ തക്സിബൂൻ നിങ്ങൾ സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നതും അവൻ അറിയുന്നു. വമാ തഅതീഹിം മിൻ ആയത്തിൻ ഒരു തെളിവും അവർക്ക് വന്നിട്ടില്ല. മിൻ ആയാത്തി റബ്ബിഹിം അവരുടെ റബ്ബിൽ നിന്നുള്ള തെളിവുകൾ. ഇല്ലാ കാനു അൻഹാ മുഅ്റിദീൻ അതിനോട് അവർ അവഗണന പുലർത്തിയിട്ടല്ലാതെ. ഫഖദ് കദ്ദബു അങ്ങനെ അവർ മുഴുവൻ കളവാക്കി. ബിൽ ഹക്ക് യാഥാർത്ഥ്യത്തെ കളവാക്കി. ലമ്മാ ജാഅഹും ആ യാഥാർത്ഥ്യം അവർക്ക് വന്നപ്പോൾ. ഫസൗഫ യഅതീഹിം അവർക്ക് അടുത്ത് തന്നെ വരുന്നുണ്ട്. അംബാഉ മാ കാനു ബിഹി യസ്തഹ്സിഊൻ ഏതൊന്നിനെയാണോ പരിഹസിച്ചത് അതിൻ്റെ വിവരങ്ങൾ അവർക്ക് വരുന്നുണ്ട്. അലം യറൗ കം അഹ്ലക്ന മിൻ ഖബ്ലിഹിം മിൻ ഖർനിം അവർക്കറിഞ്ഞുകൂടെ എത്രയെത്ര സമൂഹങ്ങളെയാണ് നാം നശിപ്പിച്ചിട്ടുള്ളത്. മക്കന്നാഹും അവർക്ക് നാം ആധിപത്യം നൽകിയ നശിപ്പിച്ചവർക്ക് ഫിൽ അർളി ഭൂമിയിൽ. മാലൻ നുമക്കില്ലക്കും നിങ്ങൾക്കൊന്നും നൽകാത്ത ആധിപത്യം അവർക്ക് നാം നൽകിയിട്ടുണ്ടായിരുന്നു. വ അർസൽന സമാ ആകാശത്തെ അവർക്ക് വേണ്ടി ഞാൻ അയച്ചു. അലൈഹിം അവർക്ക് മേൽ മിദ്റാറൻ സമൃദ്ധമായി അയച്ചു. വ ജഅൽനൽ അൻഹാറ അവർക്ക് വേണ്ടി ഞാൻ പുഴകളുണ്ടാക്കി. തജ്രി മിൻ തഹ്തിഹിം അവരുടെ താഴ്ഭാഗത്ത് നിന്ന് ഒഴുകി വരുന്ന. ഫ അഹ്ലക്നാഹും അങ്ങനെ അവരെ നാം നശിപ്പിച്ചു. ബിദുനൂബിഹിം അവരുടെ തിന്മകൾ കാരണമായി. വ അൻശഅ്നാ മിൻ ബഅദിഹിം അവർക്കു ശേഷം ഞാൻ ഉണ്ടാക്കി. ഖർനൻ ആഖരീൻ വേറെ തലമുറയെ ഉണ്ടാക്കി. വലൗ നസ്സൽനാ അലൈക താങ്കൾക്ക് മേൽ നാം ഇറക്കിയാലും കിതാബൻ ഒരു ഗ്രന്ഥം ഫി ഖിർതാസിൻ കടലാസിൽ. ഫലമസൂഹു എന്നിട്ടതിനവരെ സ്പർശിച്ചാലും തൊട്ടു നോക്കിയാലും ബി ഐദീഹിം അവരുടെ കൈകൾ കൊണ്ട് തൊട്ടു നോക്കിയാലും ലഖാലല്ലദീന കഫറു ഈ നിഷേധികൾ നിശ്ചയമായും പിന്നെയും പറയും ഇൻ ഹാദാ ഇല്ലാ സിഹ്റും മുബീൻ ഇതൊരു ആഭിചാരമല്ലാതെ മറ്റൊന്നുമല്ല എന്നവർ പറയും. വഖാലു അവർ പറഞ്ഞു ലൗലാ ഉൻസില അലൈഹി മലക്കും ഈ പ്രവാചകൻ്റെ കൂടെ എന്താണ് ഒരു മലക്കിനെ ഇറക്കാത്തത്. വലൗ അൻസൽന നാം ഇറക്കിയിരുന്നുവെങ്കിൽ മലക്കൻ ഒരു മലക്കിനെ ഇറക്കിയിരുന്നുവെങ്കിൽ ലഖുദിയൽ അംറു കാര്യം തീരുമാനിക്കപ്പെടുമായിരുന്നു. സുമ്മലാ യുൻളറും പിന്നെ അവർക്ക് അവധി നൽകപ്പെടുകയില്ല. നമ്മൾ സൂറത്തുൽ അൻആമിൻ്റെ തുടക്കത്തിലാണ്. അൻആം എന്ന് പറഞ്ഞാൽ കാലികൾ. ഈ സൂറയുടെ 136 മുതൽ 144 വരെയുള്ള ആയത്തുകളിൽ വിഗ്രഹാരാധകരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കുറിച്ച് പറയുന്ന ആ സ്ഥലങ്ങളിൽ 6 തവണ ഈ അൻആം എന്ന് പദം ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഈ സൂറക്ക് ആ പേര് വരാനുള്ള ഒരു കാരണം. ഈ സൂറ എന്ന് പറഞ്ഞാൽ 6ാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അവതരിച്ചതല്ല. ഇത് 55ാമത്തെ അവതരണമാണ്. അവരുടെ 55ാമത്തെ വഹിയാണ്. നുബൂവത്തിന് ശേഷം 10 വർഷത്തിന് ശേഷം ഹിജ്റക്ക് മുമ്പായി അവതരിച്ചു എന്നാണ് പൊതുവായി ഈ സൂറയെക്കുറിച്ച് കരുതപ്പെടുന്നത്. അതായത് ഹിജ്റക്ക് മുമ്പ് 10 നുബൂവത്തിന് ശേഷം 10 വർഷം കഴിഞ്ഞു. ആ കാലഘട്ടം എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്തെ ഏറ്റവും പ്രയാസകരമായ കാലഘട്ടമാണ്. കാരണം ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും അബൂ താലിബുമൊക്കെ മരണപ്പെട്ടുപോയി. അവർ മരണപ്പെട്ടപ്പോൾ പൊതുവായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ എതിരാളികൾക്ക് വലിയ ധൈര്യം കിട്ടി റസൂലിനെതിരെ. അങ്ങനെ റസൂലിനെ അവർ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച ആ കാലഘട്ടമാണ്.
അതേസമയം മദീനയിൽ നിന്ന് കുറേ ആളുകൾ വന്നിട്ട് മക്കയിൽ വന്നിട്ട് റസൂലിൽ വിശ്വസിക്കുകയും റസൂലിന് പിന്തുണ അറിയിക്കുകയും ചെയ്ത ഒരു കാലം കൂടിയാണ് അത്. അതായത് റസൂലിൻ്റെയും സഹാബത്തിൻ്റെയും അവരുടെ ദൗത്യം വേറൊരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ഇത് അവതരിക്കുന്നത്. ഈ മക്കയിൽ അവതരിച്ച സൂറകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉള്ളടക്കം വിശ്വാസപരമായ കാര്യങ്ങളാവും അതിൻ്റെ ഉള്ളടക്കം ഉണ്ടാവുക. മദീന സൂറകളിലെ ആയത്തുകളെ പോലെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ആയത്തുകളിലെ പോലെ ഒരു വിഷയത്തിനെ കേന്ദ്രീകരിച്ച് അതിൻ്റെ നിയമം ആ പ്രശ്നമൊക്കെ ചർച്ച ചെയ്യുന്ന സംഭവമായിരിക്കില്ല മക്കി സൂറകളുടെ സ്വഭാവം. ഇതൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം, കാരണം ഈ ആയത്തിൽ നിന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ. അതുകൊണ്ട് തന്നെ ഈ പൊതുവിൽ ഈ മക്കി സൂറകളുടെ നമ്മൾ സബബുൻ നുസൂൽ എന്നൊക്കെ പറയുമല്ലോ, ഈ ആയത്ത് എപ്പോൾ അവതരിച്ചു എന്നുള്ളതൊക്കെ, ആ വിഷയം അങ്ങനെ കൃത്യമായിട്ട് കിട്ടില്ല. ഈ ആയത്ത് ഏത് ഘട്ടത്തിലാണ് അവതരിച്ചത്. പൊതുവിൽ നമ്മൾ ആ വിഷയം കൈകാര്യം ചെയ്യുന്നതൊക്കെ വെച്ചിട്ട് ഏറെക്കുറെ ഒരു കാലഘട്ടത്തെ നിർണ്ണയിക്കുകയാണ് ചെയ്യുക, പണ്ഡിതന്മാർ ചെയ്യുക. അങ്ങനെയാണ് അതിൻ്റെ രീതി ഉണ്ടാവുക. അതനുസരിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൽ നിന്നും ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന റിപ്പോർട്ട് അനുസരിച്ച് സൂറത്ത് അൻആം മുഴുവൻ ഒരൊറ്റ അടിക്ക് മക്കയിൽ അവതരിച്ചാണ്. ഒരൊറ്റ പ്രാവശ്യമായിട്ട് ഇങ്ങോട്ട് അവതരിച്ച, പല പല ഘട്ടങ്ങളിലായിട്ട് അവതരിച്ചല്ല, ഒറ്റടിക്ക് അവതരിച്ചതാണ്. അൽ ബഖറ മുതൽ ഈ മാഇദ വരെ, നമ്മളിപ്പോൾ ലാസ്റ്റ് പഠിച്ചതുവരെയുള്ള സൂറകളെ ഒരു വിഭാഗമാക്കിയിട്ടാണ് പണ്ഡിതന്മാർ എണ്ണുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി തൗബ വരെയുള്ള 4 സൂറകളെ വേറൊരു വിഭാഗം. അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യ വിഭാഗത്തിൽ ഇപ്പോൾ ആ 4 സൂറകളിലും മുഖ്യമായിട്ട് അഭിസംബോധന ചെയ്യുന്നത് വേദക്കാരെയാണ്. വേദക്കാരെ അഭിസംബോധന ചെയ്യുമ്പോഴുള്ള ഒരു സ്വഭാവം, വേദക്കാർ അംഗീകരിക്കുന്ന വിശ്വാസങ്ങൾ വെച്ചിട്ടാണ് അവരെ അഭിസംബോധന ചെയ്യുക. ഈ മറ്റ് 4 സൂറകൾ, ഇത് മുതൽ ഇനി തൗബ വരെയുള്ള സൂറകൾ, അതിൽ 2 അൻഫാലും തൗബയും മദീനയിൽ അവതരിച്ചതാണ്. പക്ഷേ ആ സൂറകൾ അഭിസംബോധന ചെയ്യുന്നത് മുശ്രിക്കുകളെയാണ്. അപ്പോൾ അവരെ അഭിസംബോധന ചെയ്യുമ്പോൾ ഖുർആൻ്റെ ഒരു രീതി, പൊതുവായിട്ട് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ, മനുഷ്യരുടെ ജീവിതത്തിലുണ്ടാവുന്ന കാര്യങ്ങൾ, എല്ലാവർക്കും നോക്കിക്കാണാവുന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് ഖുർആൻ അവരെ അഭിസംബോധന ചെയ്യുക. അതൊക്കെ നമുക്ക് ഈ സൂറയുടെ സ്വഭാവങ്ങൾ കാണാം. ദീർഘസൂറകൾ, നമ്മൾ അൽ ബഖറ, ആലു ഇമ്രാൻ, നിസ, ഇതൊക്കെ ദീർഘസൂറകളാണ്. ഈ ദീർഘസൂറകളിൽ സുവറുത്തുവാൽ എന്നാണ് പറയാം. ആ ദീർഘസൂറകളിൽ ഒന്നിച്ചവതരിച്ച സൂറയാണ് ഈ അൻആം. ഒറ്റടിക്ക് അങ്ങ് അവതരിച്ചതാണ്. ഈ സൂറ മുഴുവൻ ഒരു രാത്രിയിലാണ് അവതരിച്ചതെന്നും അന്ന് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ എഴുത്തുകാരെ വിളിച്ച് അത് എഴുതി വെപ്പിച്ചു എന്നും ഇബ്നു അബ്ബാസും ഉബയ്യ് ഇബ്നു കഅബും റളിയല്ലാഹു അൻഹു അവരുടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ സൂറയുടെ വിഷയം സാഹചര്യങ്ങളോടോ പ്രശ്നങ്ങളോടോ ഉള്ള സമീപനമോ നിയമങ്ങളോ അല്ല. അങ്ങനെ നിയമങ്ങളൊന്നും കൊടുക്കുന്ന സംഭവങ്ങളല്ല. ആദർശ തത്വങ്ങളാണ് ഇത്. എപ്പോഴും ആദർശ തത്വങ്ങൾ എന്ന് പറയുന്നത് അതിന് സാഹചര്യവും സന്ദർഭമൊന്നുമില്ല, അത് എന്നും ഒന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഖുർആൻ, ഈ സൂറ ഒന്നിച്ചിറങ്ങിയത് എന്ന് പണ്ഡിതന്മാർ നിരീക്ഷിക്കുന്നുണ്ട്. അതായത് നമ്മളൊരു നിയമം പറയുമ്പോൾ അതിനൊരു സാഹചര്യവും സന്ദർഭമൊക്കെ ഉണ്ടാവും. പക്ഷേ ആദർശം പറയുമ്പോൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അത് എന്നും എവിടെയും ഒന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഇറങ്ങിയത് എന്ന് പണ്ഡിതന്മാരുടെ നിരീക്ഷണം. ഈ സൂറ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ അത് ഒന്ന് ഏകദൈവത്വമാണ്, തൗഹീദ്, മറ്റൊന്ന് ആഖിറത്ത്, വേറൊന്ന് റിസാലത്ത്. ഇത് 3ഉം ഇസ്ലാമിൻ്റെ അടിസ്ഥാന തിയറികളാണ്. ഈ 3 സംഭവങ്ങൾ അടിസ്ഥാനമാണ്. അള്ളാഹുവിൻ്റെ ഏകത്വം, ആഖിറത്ത്, റിസാലത്ത്. അള്ളാഹു ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല കേട്ടോ, അതും കൂടി നമ്മൾ കണക്കാക്കണം. ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അൻആം ഈ 6ാമതായി കൊണ്ടുവച്ചതിൻ്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മക്ക ജീവിതം മുഴുവൻ ഈ വിഷയത്തിൽ കേന്ദ്രീകരിച്ചതായിട്ട് നമുക്ക് കാണാം. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മക്ക ജീവിതത്തിൽ നിയമങ്ങളെ പറയാനോ നടപ്പാക്കാനോ അല്ല ശ്രമിച്ചത്. ഈ 3 സംഗതികൾ, അള്ളാഹുവിൻ്റെ ഏകത്വം,
പരലോകം, റിസാലത്ത്, ഇത് മൂന്നും ഈ മനുഷ്യരിൽ ഉണ്ടാക്കാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചത്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള സംഭവം. ജനങ്ങളെ ഇളക്കിമറിക്കലും വിപ്ലവമുണ്ടാക്കലും ആയിരുന്നു റസൂലിൻ്റെ പരിപാടിയെങ്കിൽ റസൂലിന് അത് ഇതിനേക്കാൾ ഭംഗിയായിട്ട് ചെയ്യാമായിരുന്നു. കാരണം ആ കാലത്ത് റസൂൽ ഈ കാണുന്ന കാലത്ത് ഈ അറേബ്യ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗങ്ങളൊക്കെ ഒരു ഭാഗം റോമക്കാരുടെ കയ്യിലും വേറൊരു ഭാഗം പേർഷ്യക്കാരുടെ കയ്യിലുമാണ്. ഇപ്പോൾ നമ്മൾ ഈജിപ്ത്, സിറിയ, ഈ പലസ്തീൻ, ജോർദാൻ എന്നൊക്കെ പറയുന്ന നല്ല നല്ല സ്ഥലങ്ങളൊക്കെ റോമക്കാരുടെ കയ്യിലും മറ്റ് യമൻ്റെ ഭാഗങ്ങളൊക്കെ പേർഷ്യൻകാരുടെ കയ്യിലുമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദേശീയതൊക്കെ വെച്ചിട്ട്, ഒരു അറബി ദേശീയതൊക്കെ വെച്ചിട്ട് വർത്തമാനം പറഞ്ഞ് ആളുകളെയൊക്കെ ഇളക്കാനാണിച്ചെങ്കിൽ റസൂലിന് എളുപ്പം പറ്റുമായിരുന്നു. കാരണം അത് റസൂല് പറഞ്ഞാൽ കേൾക്കുമെന്ന ഒരു വിശ്വസ്തത റസൂലിനുണ്ടായിരുന്നു. അതായത് ഈ ഹജറുൽ അസ്വദ് ആ കഅബയുടെ പുനർനിർമ്മാണത്തിന് ശേഷം അവിടെ വെക്കാൻ വേണ്ടിയുള്ള ആ തർക്കം വന്നപ്പോൾ അത് റസൂലാണത് പരിഹരിക്കുന്നത്. അതായത് ഈ നുബൂവത്ത് വരുന്നതിൻ്റെ മുമ്പ് റസൂല് അൽ അമീനാണ്. അപ്പോൾ അതിലൊക്കെ അങ്ങനെയൊക്കെയാണ് റസൂലിൻ്റെ ഉദ്ദേശമെങ്കിൽ റസൂലിന് അതൊക്കെ ചെയ്യാൻ എളുപ്പമായിരുന്നു. പക്ഷേ എന്നിട്ടും റസൂല് ഏറ്റവും പ്രയാസകരമായ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ആ സമൂഹത്തിനെ പഠിപ്പിക്കാനാണ് റസൂല് മെനക്കെട്ടത്. 1050 വർഷം നൂഹ് നബി അലൈഹിസ്സലാം ഈ പണിക്കിറങ്ങിയിട്ട് നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിന് കൊടുക്കുന്നൊരു റിപ്പോർട്ടുണ്ട്. അത് നമുക്ക് സൂറത്തു നൂഹിൽ നമുക്കത് വായിക്കാം. ഞാനതിൻ്റെ മുഴുവൻ ഇതിലേക്ക് പോകുന്നില്ല, കാരണം നമ്മുടെ സമയത്തിൻ്റെ ഒരു ഇത്, അത് നിങ്ങൾ ഇനി പോയിട്ട് വായിക്കേണ്ടതാണ്. അത് സൂറത്തു നൂഹിൽ 21 മുതൽ ഇങ്ങനെ കാണാം. 21-ാമത്തെ ആയത്ത് മുതൽ വഖാല നൂഹു റബ്ബി ഇന്നഹും അസൗനി വത്തബിഉ മൻ ലം യസിദുഹു മാലുഹു വവലദുഹു ഇല്ലാ ഖസാറ വമക്കറു മക്റൻ കുബ്ബാറ വഖാലു ലാ തദറുന്ന ആലിഹത്തക്കും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅ വലാ യഗൂസ വയഊഖ വനസ്ര വഖദ് അളല്ലു കസീറ വലാ തസിദിൽ ളാലിമീന ഇല്ലാ വലാല. ഇത് നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തന റിപ്പോർട്ട് അള്ളാഹുവിന് സമർപ്പിക്കുന്നതിൻ്റെ സംഭവമാണ്. വഖാല നൂഹു റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ. അതായത് ഈ ളാലിമീങ്ങളുടെ ഒറ്റ വീടും നീ ഇവിടെ ബാക്കി വെക്കരുത്. ഇന്നക ഇൻ തദർഹും യുളില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറ റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതി മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വലാ തസിദിൽ ളാലിമീന ഇല്ലാ തബാറ. ഇവരെ ബാക്കി വെച്ചാൽ ഇവർ നാശമല്ലാതെ ഒന്നും ഉണ്ടാക്കില്ല. അതിനങ്ങനെ ഇവരട് നശിപ്പിച്ചോളാനാണ്. അതായത് ഒരു പ്രവാചകൻ അങ്ങനെ റിപ്പോർട്ട് കൊടുക്കണമെങ്കിൽ പ്രതീക്ഷയുടെ യാതൊരു കണികയും പിന്നെ ബാക്കി ഉണ്ടാവില്ല എന്നാണ്. ആ പണിയാണ് ആര് വന്നിട്ട് എടുക്കണത്? റസൂൽ എടുക്കണത്. ഇത് മാത്രമല്ല, സൂറത്ത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ പുറകെ ഹൂദ് നബി അലൈഹിസ്സലാമുണ്ട്, സാലിഹ് നബി അലൈഹിസ്സലാമുണ്ട്, മൂസാ നബി അലൈഹിസ്സലാമുണ്ട്. പല പ്രവാചകന്മാരും പണിയെടുത്തിട്ട് അവരുടെ ആ ജനതയുടെ ധിക്കാരം കാരണം അവർ നിരാശപ്പെട്ടിട്ട് റസൂലിന് അള്ളാഹുവിന് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. മൂസാ നബി പറയുന്നുണ്ട്, ഖാലൂ യാ മൂസ ഇന്നാ ലൻ നദ്ഖുലഹ അബദൻ മാ ദാമൂ ഫീഹാ ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതിലാ ഇന്നാ ഹാഹുനാ ഖായിദൂൻ. ആ ഈജിപ്തിൽ നിന്ന് ചെങ്കടലൊക്കെ പിളർന്ന് ആ കൂട്ടരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ആ ഫലസ്തീനിലേക്ക് കടക്കാൻ അവരോട് പറഞ്ഞപ്പോൾ ഇയ്യോ എൻ്റെ റബ്ബും കൂടി യുദ്ധം ചെയ്തോ, ഞങ്ങളിവിടെ കുത്തിരിക്കാമെന്ന് പറഞ്ഞവർ. അപ്പോൾ മൂസാ നബിയും റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് അള്ളാഹ്ക്ക്. ഖാല റബ്ബി ഇന്നി ലാ അംലികു ഇല്ലാ നഫ്സി വ അഖീ ഫഫ്റുഖ് ബൈനനാ വ ബൈനൽ ഖൗമിൽ ഫാസിഖീൻ. എൻ്റെ അധീനതയിൽ ഞാനും എൻ്റെ സഹോദരനേ ഉള്ളൂ. ഈ കൂട്ടരിൽ നിന്ന്, ഈ ഫാസിഖീങ്ങളിൽ നിന്ന് എന്നെ നീ വേർപ്പെടുത്തി തരണേന്ന്. അതായത് ആ പണിയാണ് റസൂൽ ഇവിടെ ഏറ്റെടുക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ സൂറത്തു ഈ അൻആമിൻ്റെ സന്ദേശം എന്താണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കുക. ഇന്നും ഏറ്റവും പ്രയാസകരമായ വഴി എന്ന് പറയുന്നത് അതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഈ സമൂഹത്തെ പഠിപ്പിക്കലാണ്. ഇന്നും ഏറ്റവും പ്രയാസം ആ പണിക്കാണ്. ബാക്കിയുള്ളതിനൊക്കെ എളുപ്പങ്ങളുണ്ട്. നമുക്കറിയാവുന്നതുപോലെ അവതരണക്രമം അനുസരിച്ചല്ല ഈ മുസഹഫ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ക്രോഡീകരിച്ച് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൻ്റെ അവതരണക്രമം അനുസരിച്ചല്ല.
ഖുർആൻ എന്ന് പറയുമ്പോൾ നമ്മളൊരർത്ഥമാണ്, മുസഹഫ് എന്ന് പറയുന്നത് വേറൊരർത്ഥമാണ്. അത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത് മുസഹഫാണ് അല്ലേ? ഖുർആൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ മനസ്സിൽ ഹിഫ്ള് ഉണ്ടെങ്കിൽ അത് ഖുർആനാണ്. പക്ഷെ അത് മുസഹഫാവില്ല. മുസഹഫിനെ നമ്മൾ തൊടണമെങ്കിലും ചുമക്കണമെങ്കിലും വായിക്കണം, അതിന് അതിൻ്റേതായ മര്യാദകളുണ്ട്. നേരെ മറിച്ച് ഖുർആൻ മനപ്പാടുള്ള ഒരാൾ ബാത്റൂമിൽ പോകുമ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ, ഇല്ല. അപ്പോൾ മുസഹഫ് എന്ന് പറയുന്നത് ഒരു കാഴ്ചയാണ് മുസഹഫ്. ആ മുസഹഫിൻ്റെ കാഴ്ചയിൽ നമ്മൾ ആദ്യം അവതരിച്ച ആയത്തുകൾ നമ്മൾ കാണുക 96-ാമത്തെ അധ്യായത്തിലാണ്. എന്നാൽ മുസഹഫിൽ നമ്മൾ ആദ്യം കാണുക ഫാത്തിഹയാണ്. ഇതൊരു കാഴ്ചയാണ് കേട്ടോ. ആ കാഴ്ചയുടെ കൂടെ നമ്മൾ സഞ്ചരിക്കണം. മുസഹഫിൻ്റെ കാഴ്ചയിലൂടെ നമ്മൾ ഖുർആനിനെ കാണുമ്പോൾ അതൊരു പണി പൂർത്തിയായ കൊട്ടാരം പോലെയാണ്. ആ കൊട്ടാരത്തിലേക്ക് നമ്മൾ കടന്നു കയറുന്ന പടി, അത് കഴിഞ്ഞിട്ട് കാണുന്ന അതിൻ്റെ ആ ഗംഭീരമായ കവാടമുണ്ടല്ലോ, ആ ബാബ്, ആ വാതിൽ, അതാണ് ഫാത്തിഹ. നമ്മൾ കാണുക. അതിലിപ്പോൾ ഈ ഫാത്തിഹയുടെ തന്നെ നിങ്ങൾ ആദ്യത്തെ ആ 4-5 ആയത്തുകൾ എടുത്താൽ ഇതേപോലെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക. അത് അതിൻ്റെ കയറി നിൽക്കാനുള്ള പടികളാണ്. കയറി നിൽക്കാൻ, ഈ കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള കയറി നിൽക്കാനുള്ള പടികളാണ്. പക്ഷേ ആ പടികൾ ആർക്കേ പറ്റുമോ? അത് മനുഷ്യനെന്ന ഈ സൃഷ്ടിക്ക് മാത്രം കയറി ചെല്ലാൻ കഴിയുന്ന പടികളാണ്. വേറെ ഈ ഭൂമിയിൽ നമ്മൾ കാണുന്ന ജിന്നിനെ നമ്മൾ കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. നമ്മളുടെ ഒപ്പം കാണുന്ന ഈ സൃഷ്ടികളിൽ ആർക്കും ഈ പടികൾ കയറി ചെല്ലാൻ പറ്റില്ല. അത് മനുഷ്യന് മാത്രമേ പറ്റൂ. കാരണം അവന് മാത്രമേ ആ ശേഷികൾ അല്ലാഹു വെച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ കണ്ട്, അതിൻ്റെ അത്ഭുതങ്ങൾ കണ്ട്, ഈ ഭൂമിയുടെ നിർമ്മാണം കണ്ട്, അതിൻ്റെ അത്ഭുതങ്ങൾ കണ്ട്, ആ മനുഷ്യനാണ് അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിനാണെന്ന് പറയുന്നത്. ഈ സർവസ്തുതി പറഞ്ഞെന്താ നമുക്ക് പറയാം. അതായത് മനുഷ്യൻ അവൻ്റെ തന്നെ ഭൂതത്തെയും വർത്തമാനത്തെയും ഭാവിയെയും തിരിച്ചറിയുന്ന ഒരു ഘട്ടമുണ്ട്. ആ ഘട്ടത്തിൻ്റെ ആ അറിവിൽ നിന്നാണ് അവൻ അള്ളാഹുവിന് കൊടുക്കുന്ന ഈ അൽഹംദുലില്ലാ എന്ന് പറയുന്ന ആ സംഭവം. അവൻ തിരിച്ചറിഞ്ഞ ആ വർത്തമാനത്തിനും ഭാവിക്കും വേണ്ടിയുള്ള മാർഗദർശനമാണ് അള്ളാഹുവിനോട് പിന്നെ അവൻ ചോദിക്കുന്നത്. ആ പടിയിൽ കയറുന്നിട്ട് അവൻ ചോദിക്കുന്ന ചോദ്യം എന്താ? അവനാദ്യം ഒരു സത്യപ്രതിജ്ഞ അവിടെ കൊടുക്കുന്നുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ആ പ്രതിജ്ഞ അള്ളാഹുവിനോട് കൊടുത്തിട്ടാണ് അവൻ ചോദിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ആ ചോദ്യത്തിനാണ് അള്ളാഹു ഈ വാതിൽ ഇങ്ങോട്ട് തുറന്നിരുന്നത്. ഏത് വാതിൽ? എന്നാ പിടിച്ചോ, ഇഹ്ദിന അൻ്റെ സിറാത്തൽ മുസ്തഖീം. അതാണ് അൽ-ബഖറ തുടങ്ങുമ്പോൾ ദാലിക്കൽ കിതാബ് എന്ന് പറയുന്നത്. നീ ആ ചോദിച്ച ആ ചോദ്യമുണ്ടല്ലോ, അതാണ് ഇത് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് തുറന്നു കൊടുക്കുന്നത് എന്താ? തുറന്നു കൊടുക്കുന്നത് എങ്ങനെയാണ് ഈ മനുഷ്യൻ ജീവിക്കേണ്ടത്, അതാണ് ഈ ചോദ്യം. അതാണ് നമുക്ക് ഹിദായത്ത് വേണമെന്ന് അറിയണത്. സംഗതി അള്ളാഹുവാണ് ഇതിൻ്റെ സ്രഷ്ടാവ്, അള്ളാഹു മാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്, ഒക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ നിനക്കെന്താണ് ഇഷ്ടം, നീ എന്താണ് എന്നിൽ നിന്ന് ഇഷ്ടപ്പെടുന്നത്, ആവശ്യപ്പെടുന്നത് എന്ന് ആര് പറഞ്ഞു തരണം? നീ തന്നെ പറഞ്ഞു തരണം. അതാണ് നമ്മൾ ചോദിക്കുന്നത്. അതാണ് ഹിദായത്ത്. ആ ഹിദായത്താണ് ഈ 4 സൂറകളിലൂടെ നമ്മളങ്ങനെ പഠിപ്പിച്ചു പോകുന്നത്. നമ്മൾ 4 സൂറകളിലൂടെ പഠിപ്പിച്ചു പോയി. ഇനി ആ ചവിട്ടുപടികളിലേക്ക് വീണ്ടും നമ്മൾ ഇറങ്ങുക. കാരണം എന്താ ഇറങ്ങാൻ കാരണം? വിശ്വാസം. നേരത്തെ നമ്മൾ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിൻ്റെ ഏകത്വം, അള്ളാഹുവിൻ്റെ ആ പരലോകം, ആ റിസാലത്തിലുള്ള മാർഗദർശനം, ഇത് ഉറപ്പിക്കാതെ നിങ്ങൾക്ക് ഹിദായത്ത് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അത് കയറും ആചാരങ്ങളാവും. കുറേ കാലം ചിലപ്പോൾ അങ്ങനെ സൗകര്യം ഉണ്ടെങ്കിൽ നിൽക്കും, അതല്ലെങ്കിൽ അങ്ങ് പോകും. ഈ മൂന്ന് സംഭവങ്ങൾ കൃത്യമായി ഉറക്കാതെ ഒരാൾക്കും ഹിദായത്ത് കിട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഹിദായത്തിൻ്റെ ആ സംഭവത്തിലേക്ക് വീണ്ടും ഇറങ്ങുന്നു. അപ്പോൾ നമുക്ക് ഏറെക്കുറെ ഒരു ചിത്രം കിട്ടുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഇത് 6ാമത് കൊണ്ടുവച്ചെന്നൊക്കെ? അപ്പോൾ നമുക്ക് കൃത്യമായി ഖുർആനിലൂടെ ഈ മുസഹഫിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഒരു ചിത്രമുണ്ട്.
ആ അറ്റമില്ലാത്ത ആ പരലോക ജീവിതത്തിന് വേണ്ടിയാണ്. ആ പരലോക ജീവിതത്തിനാണ് വീണ്ടും നമ്മൾ ആർജിക്കാൻ വേണ്ടിയാണ് ഇനി ഈ മക്കീ സൂറകളിലേക്ക് പിന്നെയും നമ്മൾ വരുന്നത്. ഈമാനിലും ഇസ്ലാമിലും നാം കയറി കയറി അങ്ങ് പോവുകയാണ്. കയറി കയറി പോവുകയാണ്. അതിങ്ങനെ ഇനി ഖുർആനിൽ ഉടനീളം നമുക്ക് ഇനി കാണാം. മക്കിയും മദനിയും ഒക്കെ ഇടപെട്ട്, അതായത് ഇത് നിരന്തരമായൊരു പരിപാടിയാണ്. ഒരിക്കൽ കഴിഞ്ഞിട്ട് അങ്ങോട്ട് അങ്ങനെയല്ല, അത് നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാവേണ്ട ഒരു സംഭവമാണ്. ആ പരലോക ജീവിതത്തിന് വേണ്ടി ഭൂമിയിലെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന മാർഗദർശനമാണ് നാം ചോദിച്ചത്. അതാണ് നമുക്ക് കിട്ടിയതും. നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഈ നമുക്ക് മാത്രം അള്ളാഹു വെച്ച് തന്നിട്ടുള്ള സവിശേഷമായ ചില സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളിലൂടെയാണ് നമ്മൾ ഈ പരലോകമുണ്ട്, ഉണ്ടാവും എന്ന് നമ്മൾ എത്തുന്നത്. ആ ബോധ്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അത് നമ്മൾ അറിവിലൂടെയാണ് എത്തുക. അതിനാണ് നമ്മൾ എൽമൽ യക്കീൻ എന്ന് പറയാം. അറിവിലൂടെ നമുക്ക് ബോധ്യമാകുക. ഇത് ബോധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് റസൂൽ 13 കൊല്ലം മെനക്കെട്ടത്. അത് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ ഓനോട് ഈ കള്ളുടിക്കരുത് എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് താമസമൊന്നും ഉണ്ടാവില്ല, അന്ന് നിർത്തും. അത് ബോധ്യപ്പെടണം. ആ ബോധ്യത്തിൽ നിന്ന് എന്ത് നിയമങ്ങളും ഈ മനുഷ്യരനുസരിക്കും. ആ ബോധ്യമില്ലെങ്കിലോ ഒന്നും അനുസരിക്കാനും പോകുന്നില്ല. അതൊക്കെ നമ്മൾ ഇനി ലോകത്തിൻ്റെ നിലയിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ മദ്യം കഴിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ പുഴ പോലെ ഇത് ഒഴുകിപ്പോയത് എന്നൊക്കെ നമുക്ക് കൃത്യമായി അതിൽ നിന്ന് മനസ്സിലാവും. ഉപരിലോകങ്ങളുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ആകാശം എന്ന് നമ്മൾ പറയുമ്പോൾ അതിൻ്റെമായി താരതമ്യം ചെയ്യുമ്പോൾ ഭൂമി എന്ന് പറയുന്നത് ഒരു അണുവിൻ്റെ വലുപ്പം പോലുമില്ല. ഒരു അണുവിൻ്റെ വലുപ്പം പോലും ഈ ഭൂമിക്കില്ല. എന്നാൽ ഈ ഇത്ര വിശാലമായ ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമി പോലെ മറ്റൊന്നുമില്ല. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ ഭൂമി പോലെ മറ്റൊന്നും ഈ അറിയപ്പെട്ട ലോകത്തിലൊന്നുമില്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനൊക്കെ അടക്കി ഭരിച്ചുകൊണ്ട്, ആ ഭൂമിയിലുള്ള സർവ്വ സൃഷ്ടികളെയും അടക്കി ഭരിച്ചുകൊണ്ടാണ് ഈ മനുഷ്യനെന്ന സൃഷ്ടി ഇവിടെ നിൽക്കുന്നത്. മനുഷ്യനെന്ന ഈ സൃഷ്ടി നിൽക്കുന്നത്. നമ്മൾ എല്ലാം അടക്കി ഭരിക്കുക എന്നുള്ള അഹങ്കാരമൊക്കെ നമുക്കുണ്ടെങ്കിലും, അഹങ്കാരമൊക്കെ നമുക്കുണ്ട്. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ കൃത്യമായി നമ്മളെ തന്നെ നിരീക്ഷിച്ചാൽ ഒന്നിൻ്റെ മേലിലൊരു അധികാരമില്ല, ആധിപത്യമില്ല. നമ്മുടെ ജീവൻ്റെ മേലിലുമില്ല, ഒന്നിൻ്റെ മേലിലും ഒരു അധികാരവും ആധിപത്യമില്ല. പക്ഷേ എന്നാൽ നമ്മളിങ്ങനെ പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നാവുന്ന പലതുമുണ്ട്. അങ്ങനെ ഒരു ആധിപത്യവുമില്ല എന്ന് തിരിച്ചറിഞ്ഞ മനുഷ്യരാണ് ഈ അള്ളാഹുവിനോട് ഈ ഹിദായത്ത് ചോദിക്കുന്നത്. ആ തിരിച്ചറിഞ്ഞ മനുഷ്യരാണ്. അതാണ് അല്ലാഹു മുൽക്കുസ് സമാവാതി വൽ അർളി വമാ ഫീഹിന്ന വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് പറയുന്നത്. അത് ആ തിരിച്ചറിവാണ്. ആ ആകാശത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സൂര്യൻ്റെ ആ സംരക്ഷണത്തിനകത്ത് അവധി നിശ്ചയിക്കപ്പെട്ട, പാർപ്പിക്കപ്പെട്ട, തികച്ചും നിസ്സഹായനായ മനുഷ്യൻ്റെ തിരിച്ചറിവിൽ നിന്നാണ് അതിൻ്റെ അടിയറവക്കലാണ് ശരിക്ക് അൽഹംദുലില്ലാഹ്. അതിൻ്റെ ആ ഒരു അടിയറവപ്പാണ്. അതായത് എല്ലാത്തിൻ്റെയും ക്രെഡിറ്റ് അള്ളാഹുവിന് മാത്രം കൊടുക്കുക. ഇതാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ മലയാളത്തിൽ നമ്മൾ മനസ്സിലാക്കുക. സർവ്വത്തിൻ്റെയും ക്രെഡിറ്റ് അള്ളാഹുവിനാണ്. ഒന്നിൻ്റെയും ക്രെഡിറ്റ് അല്ലാത്ത ഒരാളും അവകാശപ്പെടാനുമില്ല, അത് തെളിയിപ്പിക്കാനും പറ്റില്ല. ഇത് തന്നെയാണ് ഫാത്തിഹയുടെയും തുടക്കം. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് ഫാത്തിഹയും തുടങ്ങുക. അതായത് ഈ അടിയറവപ്പാണ്. അപ്പോൾ നമുക്ക് ഏറെക്കുറെ ഇതിൻ്റെ ഒരു ചിത്രം കിട്ടുന്നുണ്ടാവുമല്ലോ. ഇനി നമുക്ക് അതിൻ്റെ സൂറകളിലേക്ക് നമുക്ക് പോവാം. അൽഹംദുലില്ലാഹി, ഇതാണ് സർവസ്തുതിയും അള്ളാഹുവിനാണ്. അതായത് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഈ കാണുന്ന സർവത്തിൻ്റെയും അവകാശം അള്ളാഹു തന്നെ അവകാശപ്പെട്ടുകൊണ്ടാണ് തുടക്കം. കാരണം ഇത് അങ്ങനെയല്ല എന്ന് പറയാൻ ആർക്കും ഇവിടെ വേറൊന്നുമില്ല. അതങ്ങനെ തന്നെയാണ്, ആരും എന്തുമൊക്കെ. അതിൽ ഖലഖസ്സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ. ആകാശങ്ങൾ എന്ന് പറയുമ്പോൾ ബഹുവചനത്തിലാണ് പറയാം, ഏകവചനത്തിലും പറയും. പക്ഷേ അർള് എന്ന് ഖുർആൻ പറയുമ്പോൾ ഒക്കെ ഏകവചനത്തിലാണ്, അത് ബഹുവചനത്തിൽ പറയാറില്ല. അപ്പോൾ അതിൻ്റെ നമ്മളിപ്പം ഇന്ന് കാണുന്ന ഒരു ആകാശം എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രഹത്തിനും ഒരു ആകാശമുണ്ട്. ഇപ്പോൾ ഭൂമിക്ക് ഒരു ആകാശമുണ്ട്. അതേസമയം
മൊത്തത്തിൽ പ്രപഞ്ചം എന്ന് പറയുന്ന ഇപ്പോൾ ഖുർആൻ തന്നെയും ഈ ആകാശം എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായി അങ്ങ് നിർവചിക്കാൻ പറ്റുന്നില്ല അതെന്താന്ന് ആകാശങ്ങൾ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ എത്രത്തോളമാണോ നമ്മൾ കാര്യങ്ങളെ ഗ്രഹിച്ച് മനസ്സിലാക്കുന്നത് അതിനനുസരിച്ചാവും അത് കാലത്തിനനുസരിച്ചൊക്കെ ഇനി അത് അങ്ങനെ മാറിപ്പോകും. നമ്മൾ മുത്തശാബിഹാത്തുകൾ എന്ന് പറയും, അതായത് സിമിലാരിറ്റിയുള്ള സമാനതകളുള്ള സംഭവങ്ങൾ. അത് ഖുർആൻ്റെ പലത്തും അങ്ങനത്തെ പ്രയോഗങ്ങളുണ്ട്. ഒരു പക്ഷേ അതിൽ പെടുമായിരിക്കും ഈ സമാവാത്ത്. എന്നാൽ ഭൂമി, ഇപ്പം നമ്മൾ ഈ അറിയപ്പെട്ട ഈ പ്രപഞ്ചമുണ്ട്, അറിയപ്പെട്ട പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ അറിഞ്ഞതൊന്നല്ല. കാരണം പ്രപഞ്ചം എന്ന് പറഞ്ഞത് അത് ഗംഭീരമായ സ്പീഡിൽ വികസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ എത്തിപ്പിടിക്കലൊന്നും സാധ്യമല്ല. അപ്പോൾ അങ്ങനത്തെ ആ പ്രപഞ്ചം എന്ന് പറയുന്ന ആ പ്രപഞ്ചത്തിനെ കുറിച്ചിട്ടാവും ഖുർആൻ പറയുന്ന ഇന്നാ സയ്യന്ന സമാ അദ്ദുനിയ ബിസീനത്തിനിൽ കവാക്കിബ്. അതായത് നമ്മൾ ഈ നക്ഷത്രങ്ങളെ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുള്ളത് അതിനെ ഖുർആൻ പറയുന്നത് അടുത്ത ആകാശം എന്നാണ്. അതായത് നമ്മളോട് അടുത്ത ആകാശം. അതിൻ്റെ അർത്ഥം എന്താ ചോദിച്ചാൽ അതിൻ്റെയും ഉപരിയാകും ഇനി അടുത്ത ആകാശം എന്നുള്ളതാണ്. അങ്ങോട്ടൊന്നും നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ എത്തിപ്പെടില്ല. പക്ഷേ അപ്പോഴും ഈ ഭൂമി അറിയപ്പെട്ട സ്ഥലത്തൊന്നും ഇങ്ങനൊരു ഭൂമിയില്ല. സംഗതി ചെറുതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ഭൂമി സമാനതകളില്ലാത്ത ഒന്നാണ്. പക്ഷേ ഖുർആൻ വേറൊരുത്തൽ പറയുന്നുണ്ട് വസ്സബ്അ സമാവാതി വൽ അർള മിസ്ലഹുന്നാന്ന്. അതായത് ഈ 7 ആകാശങ്ങളിലും സമാനമായ ഭൂമികളും ഉണ്ടാവാം. ഖുർആൻ അതിലേക്ക് സൂചന നൽകുന്നുണ്ട്. പക്ഷേ നമ്മളത് കാണുമോ എത്തുമോ അറിയുമോ എന്നുള്ളതും വേറെ കാര്യമാണ്. അപ്പോൾ 7 ഭൂമികളും ഇതേപോലെ ഉണ്ടാവാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു പൊട്ടിത്തെറിയിലൂടെ ബിഗ് ബാങ് തിയറി എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, ഒരു പൊട്ടിത്തെറിയിലൂടെ ലോകം അങ്ങ് ഉത്ഭവിച്ചു അങ്ങനെ ഉണ്ടായി. അതിൻ്റെ ഒരു പീസാണല്ലോ ഇപ്പോൾ ഈ ഭൂമി എന്ന് അറിയണത്. എന്തേ ഈ ഒരു ഭൂമി മാത്രം എങ്ങനെയായി, ബാക്കിയുള്ളവർക്കൊന്തേ ആകാൻ പറ്റാഞ്ഞ്? ഇപ്പോൾ ഈ അന്വേഷകരൊക്കെ ഓരോ ഇതിലേക്കും പോകുമ്പോൾ അവരന്വേഷിക്കുന്നത് അവിടെ വെള്ളം ഉണ്ടോയെന്നാണ്, വെള്ളത്തിൻ്റെ എന്തെങ്കിലും സാധ്യത ഉണ്ടോയെന്നാണ്. അതുണ്ടെങ്കിലേ ജീവനെക്കുറിച്ച് ബാക്കി അന്വേഷിച്ചിട്ട് കാര്യമുള്ളൂ. ഈ വെള്ളം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് മാത്രം ആർക്കെങ്കിലും എവിടെയെങ്കിലും ജീവിക്കാൻ പറ്റുമോ? വെള്ളം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ജീവൻ എന്ന് പറയുന്ന നമ്മൾ പരിചയമുള്ള ഒരു ജീവനെ തന്നെ അന്വേഷിക്കുന്നത് ഈ വെള്ളമുണ്ടോ എന്നുള്ള അന്വേഷണത്തിലാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു വൈപുല്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു ഖലഖ സമാവാതി വൽ അർള എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ആകാശം, നമ്മളുടെ മൈൻഡിലുള്ള ഒരു ആകാശം മേപ്പിട്ട് നോക്കിയാൽ കാണുന്നത് ആ ഒരു കാഴ്ചപ്പാടിൽ മാത്രമല്ല, എത്ര വിപുലമാണ് ആകാശം, അതിൽ എത്ര ഗംഭീരമാണ് ഭൂമി എന്നും കൂടിയാണ്. അതിൽ എത്ര ഗംഭീരമായ ഭൂമി. എന്നിട്ട് വജഅല ളുലുമാതി വന്നൂർ, ഇവിടെയും കണ്ടാൽ ളുലുമാത്ത് എന്ന് പറയുന്നത് ബഹുവചനത്തിലാണ്, നൂറ് എന്ന് പറയുന്നത് ഏകവചനത്തിലാണ്. ഖുർആനിൽ നൂറിൻ്റെ ബഹുവചനം ഉപയോഗിച്ചിട്ടേ ഇല്ല. നൂറിൻ്റെ ബഹുവചനം അൻവാറാണ്, അത് ഉപയോഗിച്ചിട്ടേ ഇല്ല. അതൊക്കെ നൂറാണ്. അതിൻ്റെ ഒരു അർത്ഥം എന്താ വെച്ചാൽ ഇത് കേവലം രാപ്പകലുകളല്ല, അതായത് ധാർമ്മികമായ സംഭവങ്ങളാണ്. അതായത് വഴികേടുകൾ ധാരാളവും പ്രകാശം ഒന്നുമാണ്. ഹിദായത്തുണ്ടല്ലോ, ഹിദായത്ത് ഒന്നാണ്, വഴികേടുകൾ വലാലത്തുകൾ ധാരാളമാണ്. അപ്പോൾ നമ്മളുടെ ഒരു ചോദ്യം ഉണ്ടാവും, എന്തിനാണ് ഇത്രയൊക്കെ ഗംഭീരനായ ഈ സൃഷ്ടാവ്, ഇത്രയൊക്കെ ഗംഭീരമായി സൃഷ്ടിച്ച ഈ അള്ളാഹു എന്തിനാണ് ഈ നൂറും പിന്നെ ധാരാളം വലാലത്തുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇത് നമ്മൾ ഖുർആൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് അവതരിക്കുന്ന കാലത്ത് മക്ക മുശ്രിക്കുകൾ മാത്രമല്ല മുശ്രിക്കുകൾ. മക്ക മുശ്രിക്കുകളുടെ ഒരു വിഷയം എന്താ വെച്ചാൽ, മക്ക മുശ്രിക്കുകൾക്ക് അള്ളാഹുവിനൊക്കെ അറിയാം. മക്ക മുശ്രികൾക്ക് അള്ളാഹുവിനെ അറിയാം. അള്ളാഹുവിനെ അവർക്ക് പരിചയപ്പെടുത്തേണ്ടത് കാരണം റസൂലിൻ്റെ പാട പേരെന്നെ അബ്ദുള്ള എന്നാണ് അല്ലേ? അപ്പോൾ റസൂല് വന്നിട്ട് പരിചയപ്പെടുത്തിയതൊന്നല്ല അള്ളാഹിനെ. അള്ളാഹുവിൻ്റെ ഗേഹമാണ് ബെയ്ത്തുള്ള എന്നാണ് അവർ കാബേനെ വിളിക്കുക. അതായത് അള്ളാഹുവിനെക്കുറിച്ച് അവർക്ക് കൃത്യമായി അറിയാം, അവർക്ക് അള്ളാഹുവിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട. പക്ഷേ അവരുടെ മുന്നിൽ റസൂല് വെക്കുന്നത് അള്ളാഹു മാത്രമാണെന്നുള്ളതാണ്. അതാണ് അവരുടെ പ്രശ്നം. നേരെ മറിച്ച് അപ്പുറത്ത് പേർഷ്യൻ സാമ്രാജ്യമുണ്ട്. പേർഷ്യൻ സാമ്രാജ്യം ഈ അറബിയുടെ വലിയൊരു ഭാഗം ഭരിക്കുന്നുണ്ട്. അവർ മജൂസികളാണ്, അഗ്നി ആരാധകരാണ്. അവരുടെ കൺസെപ്റ്റിൽ എന്താ, ഈ ളുലുമാത്തിൻ്റെ സൃഷ്ടാവാരാ? രണ്ടും രണ്ടാണ്. അവരുടെ കൺസെപ്റ്റിൽ ആഹൂരമസ്ത ആഹ്രിമാൻ എന്ന് പറയുന്ന 2 ശക്തികളാണ് നന്മയുടെയും തിന്മയുടെയും സൃഷ്ടാക്കൾ. രണ്ടും ഒന്നല്ല.
അവിടെ അള്ളാഹു പറയുന്നത് ഈ ദുലുമാത്തിൻ്റെയും നൂറിൻ്റെയും സ്രഷ്ടാവ് ഞാൻ തന്നെയാണെന്നാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് സവിശേഷമായ ലക്ഷ്യമുണ്ട് നിങ്ങളെ സൃഷ്ടിച്ചതിൽ. അള്ളാഹുവിന് വേണമെങ്കിൽ നിങ്ങളെ ഈ ജീവികളെപ്പോലെ ഒരേ ഒരു വഴിയിൽ സൃഷ്ടിക്കാം, ഒരൊറ്റ ഉമ്മത്തായിട്ട് സൃഷ്ടിക്കാം, ഒരഭിപ്രായ വ്യത്യാസമില്ലാതെ അങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും. അങ്ങനെ സൃഷ്ടിക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് ഈ ബുദ്ധിയുള്ള മനുഷ്യൻ, ഈ ശേഷികൾ നൽകപ്പെട്ട മനുഷ്യൻ, ഈ വിശകലനം ചെയ്യാൻ ശേഷിയുള്ള ഈ മനുഷ്യൻ മനസ്സിലാക്കിയെടുക്കണം അള്ളാഹുവിന് സവിശേഷമായ പദ്ധതിയുണ്ട്. ആ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അതാണ് റസൂല് പഠിപ്പിച്ചു കൊടുക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് മനസ്സിലാക്കാനുള്ള ശേഷിയുള്ള ഈ മനുഷ്യനോട് തന്നെ ഇത് പറയണത്, മൃഗങ്ങളോടല്ല. എന്നിട്ട് അതുകൊണ്ടാണ് ബി റബ്ബിഹിം യഅദിലൂൻ, അവരുടെ റബ്ബിന് എന്നിട്ട് അവർ പകരക്കാരെ ഉണ്ടാക്കുന്നു എന്ന്. അവർ റബ്ബിന് പകരക്കാരെ ഉണ്ടാക്കുന്നു. അതൊരു അത്ഭുതം കൂറിയുള്ള ചോദ്യമാണ്. എന്നിട്ടും എന്താണ് അവരുടെ ഈ റബ്ബിന് വേറെയും ആളുകളെ കൊണ്ടുവെക്കുന്നത് എന്നാണ് ഈ ചോദിക്കുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ ആയത്തിലേക്ക് പോവാണ്. അതിൻ്റെ മുമ്പ് ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും, അതായത് അള്ളാഹു വേറെ ചിലയിടത്ത് പറയുന്ന കാര്യമുണ്ട്, ലി യബ്ലുവക്കും അയ്യുഹും അഹ്സനു അമല എന്നാണ്. അതായത് അള്ളാഹു ഈ സംവിധാനമൊക്കെ വെച്ചിട്ട് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് ധിക്കരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇപ്പോൾ പ്രകൃതിപരമായിട്ട് ഈ മനുഷ്യർ മറ്റ് ജീവജാലങ്ങളെ പോലെ തന്നെ അള്ളാഹുവിനനുസരിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യന് സ്വാതന്ത്ര്യം നൽകപ്പെട്ട ചില മേഖലകളുണ്ട്. ആ മേഖലയിലും ഇതുപോലെ പ്രപഞ്ചം എങ്ങനെയാണോ, ബാക്കിയുള്ള പ്രപഞ്ചമൊക്കെ എങ്ങനെയാണോ അതുപോലെ ഈ മനുഷ്യനും അള്ളാഹുവിൻ്റെ നിയമങ്ങളെ സ്വമേധയാ അനുസരിക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ ഈ ഇബാദത്ത് എന്ന് പറയാം. സ്വമേധയാ നമ്മൾ അനുസരിക്കണം. അതിൽ നിർബന്ധമൊന്നുമില്ല, അതിൽ അള്ളാഹു നിർബന്ധിപ്പിക്കലില്ല. അതിന് വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ ദുലുമാത്തുകൾ സൃഷ്ടിച്ചിട്ടുള്ളത്. അതായത് തെറ്റായ ഉത്തരം എഴുതാനുള്ളൊരു സാധ്യതയുണ്ടെങ്കിലേ പരീക്ഷയുടെ അർത്ഥമുള്ളൂ, ഇല്ലേ? ഒക്കെ ശരിയാണിച്ചെങ്കിൽ പിന്നെ പരീക്ഷിക്കണതിൽ അർത്ഥമില്ല. അപ്പോൾ പണ്ടൊരാൾ ചോദിച്ചത്രേ, എൻ്റെ വീടെവിടെ? അത് എൻ്റെ വീടിൻ്റെ വടക്കേ ഭാഗത്ത്. അപ്പോൾ എൻ്റെ വീടോ? അവൻ്റെ വീടിൻ്റെ തെക്കേ ഭാഗത്ത്. ഇപ്പം എന്തുണ്ടായി? ഇങ്ങനെയല്ല കാര്യങ്ങൾ. കാര്യങ്ങളിൽ വ്യക്തമായും ആ മനുഷ്യരെ ആകർഷിക്കുന്ന തെറ്റായ വഴികളുണ്ട്. ആ തെറ്റായ വഴികളിൽ നിന്ന് കൃത്യമായ അള്ളാഹുവിൻ്റെ അടിമയാണെന്നുള്ള കൃത്യമായ ബോധ്യത്തോടെ, അള്ളാഹുവിൻ്റെ മാത്രം അടിമയാണെന്നുള്ള ബോധ്യത്തോടെ നമ്മൾ അത് ചെയ്യുമ്പോഴാണ് അത് പരീക്ഷണമാകുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് ലി യബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങൾ ഏറ്റവും നന്നായി പണിയെടുക്കുന്നത് ആരാണെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പണിയെടുത്തിട്ട് നിങ്ങളെന്താവണം? ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദത്തൻ വ അന റബ്ബുക്കും ഫഅബുദൂൻ. നിങ്ങൾ അങ്ങനെ നിങ്ങൾ മുസ്ലിമീങ്ങൾ, വിശ്വാസികൾ ഒറ്റ ഉമ്മത്താവണം, എന്നിട്ട് എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദത്തൻ വ അന റബ്ബുക്കും ഫത്തഖൂൻ. അങ്ങനെ നിങ്ങൾ എന്നെ മാത്രം തഖ്വയോടെ മനസ്സിലാക്കുന്ന അങ്ങനത്തെ ഉമ്മത്താവണം നിങ്ങളെന്ന്. അതാണ് അള്ളാഹുവിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇതൊന്നും അന്വേഷിക്കാതെ, ഇതൊന്നും മനസ്സിലാക്കാതെ അള്ളാഹുവിന് പകരക്കാരെ അന്വേഷിക്കുകയാണോ നിങ്ങൾ? അതായി ചോദിക്കണത്. റബ്ബിഹിം യഅദിലൂൻ. ആ പകരക്കാരെ ഒന്നും സൃഷ്ടിക്കുകയോ എന്തെങ്കിലും ഉടമപ്പെടുത്തുകയോ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നിട്ടും അങ്ങനെ ചെയ്യുന്നു എന്നാണ്. ഈ മക്കാ മുശ്രിക്കുകളുടെ തൽബിയത്ത് എന്തായിരുന്നു എന്നറിയോ? ലബ്ബൈക ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ലബ്ബൈക അല്ലാ ലബ്ബൈക ലാ ലബ്ബൈക്, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരുന്നു. ഹജ്ജിലുള്ള ലാ ശരീക ലക്ക, നിനക്കൊരു പങ്കുകാരും ഇല്ല. പക്ഷെ എന്താ? ഇല്ലാ ശരീകൻ ഹുവ ലക്ക, നിനക്ക് ഉള്ള പങ്കുകാരല്ലാതെ. തംലികുഹു വമാ മലക്, അയാൾ ഉടമപ്പെടുത്തുന്നതിനെയും നീ ഉടമപ്പെടുത്തുന്നു. ഇപ്പം എന്തുണ്ടായി? നീ നമ്മുടെ ഈ സാമ്പ്രദായിക മുസ്ലിമീങ്ങളുടേതൊന്നും ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. നമ്മുടെ സമുദായം ഉണ്ടല്ലോ, നമ്മുടെ സമുദായത്തിൽ മഹാഭൂരിപക്ഷത്തിൻ്റെയും വിശ്വാസങ്ങളുമായി പുരോഹിത പാഠങ്ങളും ഇതൊന്നും നോക്കുക. അതായത് അവർ പറയുന്നത് വെച്ചാൽ മുഹയ്യദ്ദീൻ ശൈഖിന് എല്ലാ കഴിവുമുണ്ട്. അതെന്താ? കൊടുത്ത കഴിവ്. ആര് കൊടുത്തേ?
അള്ളാഹു കൊടുത്ത കഴിവ് കൊടുത്തു എന്നാരാ പറഞ്ഞത്? അവരെന്നെ. മടവൂരിന് എല്ലാ കഴിവുകളുമുണ്ട്. അയാളാണ് മുദബ്ബിറുൽ ആലം, ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് അയാളാണ് കുത്തുബുൽ ആലം, ലോകത്തിൻ്റെ അച്ചുതണ്ട് അയാളാണ്. ആരെ പറഞ്ഞ്? ഞങ്ങളെന്നെ. എന്നാൽ സുലൈമാൻ നബിക്ക് കാറ്റുകളെ വഴക്കിക്കൊടുത്തു. അദ്ദേഹം ഉദ്ദേശിച്ചിടത്തേക്ക് അടിച്ചു വീശാൻ കാറ്റുകൾ പറ്റും. ശൈത്താന്മാരെ കീഴടക്കി കൊടുത്തു. ഉല്ലിംന മൻതിഖത്തൈരി, പക്ഷികളുടെ പേച്ച് പഠിപ്പിച്ചു. ആര് പഠിപ്പിച്ചു? അള്ള പഠിപ്പിച്ചു. അള്ള ഖുർആനി പറഞ്ഞു. ഇതാ വ്യത്യാസം. ഒന്ന് നമ്മൾ തന്നെ തീരുമാനിക്കും ആർക്ക് എന്തൊക്കെ കൊടുത്തെന്ന്. നമ്മൾ തന്നെ തീരുമാനിക്കും. ഈ പറയുന്ന ആളുകൾ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് ആർക്കറിയാം? നമുക്കതിനെക്കുറിച്ച് ഒരു അറിവില്ല. അവർക്ക് എന്ത് കഴിവ് കൊടുത്തു എന്ന് അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടില്ല. ആരായി പറയണേ? ഈ തലേകെട്ടുകാരായ ഈ പുരോഹിതന്മാർ വെറുതെ വിളിച്ചു പറയുന്നു, അവരെന്നെ ഒക്കെ തീരുമാനിക്കുന്നു. അവർ തന്നെ റബ്ബാകുന്നു. ഇതാ വ്യത്യാസം. ഇതാണ് വ്യത്യാസം. ഈ വ്യത്യാസമാണ് പ്രശ്നവും. ഇതാണ് നമ്മൾ ഇതിന്ന് മനസ്സിലാക്കിയത്. രണ്ടാമത്തെ ആയത്ത്, ഹുവല്ലദീ ഖലഖക്കും, ആ അള്ളാഹു മാത്രം, ഖലഖക്കും മിൻ തീനിൻ, നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു. അതായത് ഭൂമിയടക്കമുള്ള ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ ഏകത്വത്തെയും അവനല്ലാത്തവരിൽ പങ്കു ചേർക്കുന്നതിൻ്റെയും മൂഢതയെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ പറയുന്നത്. അള്ളാഹുവിൻ്റെ ഏകത്വത്തിന് കൂടുതൽ തെളിവുകൾ പറയാം. മുഴുവൻ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ആ അള്ളാഹു തന്നെയാണ് നിങ്ങളെയും സൃഷ്ടിച്ചത്. നിങ്ങൾക്ക് വേറൊരു സൃഷ്ടാവൊന്നുമില്ല. അത് മണ്ണിൽ നിന്ന് പറയുമ്പോൾ നേരിട്ട് ആദം നബി അലൈഹിസ്സലാമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചത് എന്നാവാം. അതല്ലെങ്കിൽ ഭൂമിയിലെ ധാതുക്കളല്ലാത്ത ഒന്നും നിങ്ങളിലില്ല, നമ്മളിലുമില്ല. ഭൂമിയിൽ കാണുന്ന ധാതുക്കൾ മാത്രമേ ഈ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനും ശരീരത്തിലുള്ളൂ. ഈ ഭൂമിയാണ് വിഭവങ്ങൾ നൽകി നിങ്ങളെ ജീവിപ്പിക്കുന്നത്. അത് ഈ ഭൂമിയാണ്. എന്നെന്നും ഇവിടെ ജീവിക്കാൻ നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. നമുക്ക് നല്ലവരാണെങ്കിലും ചീത്തവരാണെങ്കിലും മിക്കവാറും ഈ ഭൂമിയിൽ നിന്ന് അങ്ങ് പോകാൻ വലിയ ആഗ്രഹം എന്നുള്ളവരാരും അധികമില്ല. ഉള്ളവരാരാന്ന് ചോദിച്ചാൽ സ്വന്തത്തിൽ വല്ലാതെ നിരാശയൊക്കെ ബാധിച്ചവരാകും. അല്ലാത്തവർ ഈ ഭൂമിയിൽ നിൽക്കാൻ തന്നെ അതിനായിട്ട് കൊണ്ടുപിടിച്ച പണികളും ശ്രമങ്ങളൊക്കെ നമ്മൾ നടത്തും ചെയ്യും. പക്ഷേ സുമ്മ കല അജലൻ എന്നാണ്. അതായത് ഭേദിക്കാനാവാത്തൊരു സംഭവമായിട്ട് മരണം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ, ഒരു സയൻസിനും ഒന്നും ചെയ്യാൻ പറ്റാതെ, ഒരു പിടി തരാതെ നമ്മുടെ മുന്നിൽ മരണം അങ്ങനെ വന്ന് നിൽക്കുക. അത് എല്ലാവർക്കും അറിവുള്ളൊരു കാര്യമാണ്. അതെല്ലാവർക്കും അറിവുള്ളത്, ഇഷ്ടമല്ലെങ്കിലും നമ്മളത് അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഇഷ്ടമൊന്നല്ലെങ്കിലും നമ്മൾ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അള്ളാഹു പറയുന്നത് വ അജലൻ മുസമ്മ എന്നാണ്. വ അജലൻ മുസമ്മൻ ഇൻദഹു. ഇതേപോലെ നിങ്ങൾക്ക് അത്ര പ്രത്യക്ഷമല്ലെങ്കിലും അള്ളാഹുവിൻ്റെ അടുക്കൽ വേറൊരു അവധിയുമുണ്ട്. അള്ളാഹുവിനെ അറിയുന്ന, അള്ളാഹു നിശ്ചയിച്ച, അതാണ് മുസമ്മൻ എന്ന് പറയാം. ആ ഒരു അവധിയും കൂടിയുണ്ട്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ വലയത്തിൽ കൂടിയാണ് നിങ്ങൾ. ഒരു വലയം നമ്മളുടെ മരണമുണ്ട്, രണ്ടാമത്തെ വലയമായിട്ട് ഇതുണ്ട്. ഈ അജല് എന്ന് ഖുർആൻ പറയുമ്പോൾ 3 അർത്ഥത്തിൽ പറയും. ഒന്ന് നമ്മളുടെ മരണം, രണ്ടാമത് ധാർമ്മികമായി നമ്മൾ അങ്ങേയറ്റത്ത് മോശമായി എത്തുമ്പോൾ ഈ സമൂഹത്തിനെ നശിപ്പിക്കുന്ന ഒരു അജലുണ്ട്. ഇപ്പം നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹത്തെ, ഊദിൻ്റെ സമൂഹത്തെ, അതും ഒരു അജലാണ്. മറ്റൊന്ന് ഇനി മനുഷ്യ സമൂഹത്തെ മൊത്തം അവസാനിപ്പിച്ച് മറ്റൊരു ലോകം ഉണ്ടാക്കുന്ന അജലുണ്ട്. ഈ 3 അജലും നമ്മുടെ ഈ 3 വലയത്തിനകത്താണ് നമ്മൾ കിടക്കണം. ഈ 3 വലയത്തിനകത്താണ്. കാരണം ഒന്നിനെയും നമ്മൾ ഉടമപ്പെടുത്തുന്നില്ല. അള്ളാഹുവിൻ്റെ നിശ്ചിതമായി തീരുമാനിക്കപ്പെട്ട ഒരു സംഭവത്തിനകത്താണ്. അതായത് മനുഷ്യൻ വിധിക്കപ്പെട്ടവനാണെന്നർത്ഥം. അപ്പം നമ്മൾ അഗ്നിപർവ്വതം പൊട്ടണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റണില്ല. ആളെ മാറ്റി പാർപ്പിക്കാൻ പറ്റും പക്ഷെ പൊട്ടണ്ടെന്ന് പറയാൻ പറ്റില്ല. പ്രവചിക്കാൻ, ഒരു കാര്യം നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നു, അതിൻ്റെ അർത്ഥം തന്നെ തീരുമാനിക്കപ്പെട്ടു എന്നാണ്. കൊടുങ്കാറ്റ് വരുന്നുണ്ട്, നിങ്ങൾ ആളെ മാറ്റി പാർപ്പിച്ചോളി, ഓടിക്കോളി എന്ന് പറയാം. പക്ഷേ ഈ കൊടുങ്കാറ്റ് വരണേനെന്ത് ചെയ്യും? അതാണ്, നമ്മൾ തീരുമാനിക്കപ്പെട്ടവരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭാവി, ഭൂതം എന്നൊക്കെ പറയും. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല. നമ്മൾ കൃത്യമായി ആ ഒരു ബോധം നമുക്ക് വേണം. നമ്മൾ തീരുമാനിക്കപ്പെട്ടവരാണ്. ഇവിടുന്ന് അങ്ങോട്ടും ഇവിടുന്ന് എത്ര ആൾ ഇടിച്ചു പോകുന്നോ വീട്ടിലേക്ക് എത്തുന്നോ നമുക്കറിയില്ല. അത് നമ്മൾ തീരുമാനിക്കപ്പെട്ടതിൻ്റെ അകത്താണ്, നമ്മൾ പല വലയങ്ങളിലകത്താണ്. അതാണ് വല്ലാഹു മുഹയ്യത്ത് എന്ന് പറയുന്നത്. അള്ളാഹു സർവ്വ സൃഷ്ടികളെയും പ്രപഞ്ചത്തെ മുഴുവൻ വലയം ചെയ്തിട്ടാണ് ഉള്ളത്. ആ വലയത്തിനകത്താണ് എന്നുള്ള ആ ബോധം
നമ്മളിൽ എപ്പോഴും ഉണ്ടാവും സുമ്മ അന്തും തംതറു എന്നാണ്. എന്നിട്ടും നിങ്ങൾ ഈ ഇംതിറാ എന്ന് പറഞ്ഞാൽ തന്നെ ഖുർആൻ പല വാക്കുകൾ ഉപയോഗിക്കും. ഷെക്ക് ഉപയോഗിക്കും, ഇംതിറാ ഉപയോഗിക്കും, റൈബ് ഉപയോഗിക്കും. അതിൻ്റെ ഒക്കെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ സംശയങ്ങളാണ്. പക്ഷേ ഈ ഇംതിറാ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ആശയമുണ്ട്. അതായത് സംശയത്തിന് വേണ്ടിയുള്ള സംശയം. അങ്ങനെ ഉണ്ടല്ലോ, വെറുതെ സംശയം മനുഷ്യ സമൂഹത്തിലും മനസ്സുകളിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കൽപ്പിച്ചു കൂട്ടി ഉയർത്തിവിടുന്ന ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിലാണ് നമ്മളുള്ളത്. അതാണ് ഇപ്പോൾ നമ്മൾ കൂടുതലും ചെയ്യുന്നത് എന്നാണ്. വെറുതെ മനുഷ്യരിൽ സന്ദേഹങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് അവരുടെ താല്പര്യത്തിലേക്ക് ഈ അജണ്ടകളെ വലിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെ ഉയർത്തിവിടുന്ന ചോദ്യങ്ങൾ. ഇപ്പോൾ ഈ പാരമ്പര്യവാദികളൊക്കെ ഉയർത്തിവിടുന്ന ചോദ്യങ്ങളൊക്കെ ആ ഒരു പാറ്റേണിലുള്ളതാണ്. ഇനിയും പറയാം, ഇതൊക്കെ ഈ വിഷയങ്ങളൊക്കെ അന്വേഷിച്ചും പഠിച്ചും ചിന്തിച്ചും ഗ്രഹിക്കാൻ കഴിയാത്ത വെറും ഒരു ജീവിയൊന്നുമല്ല ഈ മനുഷ്യൻ എന്ന് പറയുന്നത്. ഇതൊക്കെ എത്തിപ്പിടിക്കാൻ പറ്റുന്ന മനുഷ്യനാണ്. നമ്മുടെ അറിവിലൊന്നും തുല്യതയില്ലാത്ത ഒരു ഭൂമി സൃഷ്ടിച്ച് കൈകാര്യം ഏൽപ്പിക്കപ്പെട്ടവനാണ്. അതാണ് ഖലീഫത്തുള്ള. അതായത് വലിയ ഒരു സ്ഥാനത്താണ് നമ്മളെ കൊണ്ടിരുത്തിയേക്കുന്നത്. അതുകൊണ്ടാണ് ഈ അത്ഭുതം കൂറിയുള്ള ഈ ചോദ്യം, സുമ്മ അന്തും തംതറൂൻ എന്നൊക്കെ ചോദിക്കുന്നത്. മൂന്നാമത്തെ ആയത്തിൽ വഹുവല്ലാഹു ഫിസ് സമാവാതി വൽ അർദ്, അതേ അള്ളാഹു തന്നെ, അതായത് ആകാശങ്ങളെ സൃഷ്ടിക്കുകയും ഭൂമിയെ സൃഷ്ടിക്കുകയും അന്ധകാരങ്ങളും വെളിച്ചവും സൃഷ്ടിക്കുകയും മണ്ണിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്ക് മരണം വിധിക്കുകയും എല്ലാത്തിനും ഒരു അന്ത്യം നിർണയിക്കുകയും മറ്റൊരു ജീവിതം നിർണയിക്കുകയും ചെയ്ത അതേ അള്ളാഹു തന്നെയാണ് നിങ്ങളുടെ ഭൂമിയിലെ നിങ്ങളുടെ ജീവിതത്തിലും അള്ളാഹു ആവേണ്ടതെന്നാണ്. അതാണ് അള്ളാഹു ആവേണ്ടത്. ഇച്ഛാപൂർവം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ട മേഖലകളിലും അതേ അള്ളാഹു തന്നെയായിരിക്കണം, അതേ അള്ളാഹുവിൻ്റെ ഇച്ഛ തന്നെയായിരിക്കണം നിങ്ങളെ ഭരിക്കേണ്ടത്. വേറെ ആരുടെയും ഇച്ഛ അതിൽ വരാൻ പാടില്ല, അള്ളാഹുവിൻ്റെ മാത്രമേ വരാൻ പാടുള്ളൂ. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് നമ്മൾ ഈ പ്രശ്നത്തിൽ പോയിരുന്നത്. അകവും പുറവുമൊക്കെ പലതാവുന്നത് നമ്മുടെ അവിടെ. അകം വേറൊന്നാവും, പുറം വേറൊന്നാവും. അള്ളാഹുവിൻ്റെ ഏകത്വം ഉറക്കെ പറയും, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്കെ നമ്മൾ പറയും. ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. പ്രവൃത്തിയിൽ വരിക മനസ്സിൽ ഒളിപ്പിച്ച രഹസ്യ അജണ്ടകളാണ്. ശിർക്ക് താല്പര്യം, നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ശിർക്ക് കയറ്റിക്കൂട്ടിയിട്ടാണ് പ്രവൃത്തികളൊക്കെ ഉണ്ടാകുക. പറയുമ്പോൾ നമ്മൾ ഏകദൈവ വിശ്വാസികളാവും. അതായത് ത്രിയേകത്വം ഉണ്ടായില്ലേ, അപ്പോൾ ഏകത്വം ഉണ്ട് കണ്ട. അത് ജനങ്ങളെ പറ്റിക്കുക, അതായത് വിശ്വാസികളായ ഈ ജനങ്ങളെ പറ്റിക്കുക. അതേ പരിപാടിയാണ് നമ്മുടെ ഈ സമൂഹത്തിലും നടക്കുന്നത്. പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ, പക്ഷെ പ്രവൃത്തിയിൽ 18,000 ലോകങ്ങൾ നിയന്ത്രിക്കുന്ന ഇയാളെ ഉണ്ടാക്കിക്കൊണ്ടിരും. മടവൂരിനെ ഉണ്ടാക്കിക്കൊണ്ടിരും. മടവൂരിനെ ഉണ്ടാക്കിക്കൊണ്ടിരും. 18,000 ലോകങ്ങൾ നിയന്ത്രിക്കുന്നത്. ഈ 18,000 ആരുണ്ടാക്കി കൊടുത്താന്ന് ചോദിച്ചാൽ അതും അവരുണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് പ്രവൃത്തിയിൽ വേറൊന്നും, പറച്ചിലിൽ വേറൊന്നും. ഇതാണ് ലോകത്ത് എവിടെയും ഏത് കാലത്തും നടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ, യഅലമു സിർറക്കും വ ജഹ്റക്കും എന്നാണ്. അതായത് പരസ്യവും രഹസ്യവും എന്നൊക്കെ പറയുന്നത് അള്ളാഹുടെ സംബന്ധിച്ചിടത്തോളമുള്ള ഏർപ്പാടല്ല, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ളതാണ്. നമ്മൾ പരസ്യമാക്കുക രഹസ്യമാക്കുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്മാരെ പറ്റിക്കാനുള്ള ഒരു ഏർപ്പാടാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഏർപ്പാടില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് മനുഷ്യനെ അളക്കുന്നത് പോലെ അള്ളാഹിനെ അളക്കരുത്. അതാണ് ഈ സൂറയുടെ 91-ാമത്തെ ആയത്തിൽ വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കണക്കാക്കേണ്ടതുപോലെ തന്നെ കണക്കാക്കണം. അങ്ങനെ കണക്കാക്കിയില്ലെങ്കിൽ നമുക്ക് വലിയ അബദ്ധം പറ്റിപ്പോകുന്നു. അറിയുന്ന എല്ലാ കഴിവുകളുമുള്ള പ്രപഞ്ചം മുഴുവൻ കീഴ്പ്പെട്ട അള്ളാഹുവിന് എന്തിനാണ് പങ്കാളികൾ? നമുക്കൊന്ന് ആലോചിച്ച് നോക്കാമല്ലോ. എന്തിനാ ഈ പങ്കാളികളുടെ ആവശ്യം വരുത്ത? ഏതെങ്കിലും നിലക്ക് സഹായങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിലല്ലേ ഇതാൻ്റെ ആവശ്യമുള്ളൂ. അങ്ങനെ ഒരു ഏർപ്പാടില്ല അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം. കർമ്മം എന്ത് തന്നെയായാലും വയഅലമു മാ തക്സിബൂൻ, കർമ്മം എന്ത് തന്നെയായാലും അവരവരുടെ ദൈവങ്ങൾ അവരവരെ രക്ഷിക്കുമെങ്കിൽ പിന്നെ എന്ത് സൽക്കർമ്മ. ഇപ്പോൾ മുഹയ്യദ്ദീൻ ശൈഖിൻ്റെ എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് ആ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ. അതായത് മൂപ്പരുടെ മുരീദായാൽ പിന്നെ നരകമില്ല. ഈസാ നബി കുരിശി കയറി അങ്ങനെ പാപമൊക്കെ ഏറ്റെടുത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ കർമ്മത്തിന് എന്ത് പ്രസക്തിയാണ്? പിന്നെ എന്തിനാണ് പരീക്ഷണം?
പിന്നെന്തിനാണ് പരലോകം, പിന്നെന്തിനാ വിചാരണ? അതായത് ഇതിനൊക്കെ അപ്രസക്തമാക്കുകയാണ്. നമ്മൾ ശിർക്ക് എന്ന് പറഞ്ഞാൽ ചില്ലറമാതിരി പരിപാടിയല്ല. ശിർക്ക് എന്ന് പറയുന്നത് നമ്മളെ ഈ തൗഹീദിൽ നിന്ന് മുഴുവൻ അങ്ങോട്ട് കൊണ്ടുപോകും. അത് പ്രത്യക്ഷത്തിൽ തുടക്കത്തിലൊന്നും പല നമ്മളറിയില്ല, പക്ഷെ നമ്മളെ വലിച്ച് എവിടേക്ക് വേണമെങ്കിലും അത് കൊണ്ടുപോകുക. അതുകൊണ്ട് തന്നെയാണ് ഈ ശിർക്കിനെതിരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലവും എല്ലാ പ്രവാചകന്മാരും ഈ പണിയെടുത്തത്. ആ പണി തന്നെയാണ് നമ്മളും ഈ ഭൂമിയിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ അൻആമൊക്കെ വിശ്വാസത്തിൻ്റെ ആ ക്ലാരിറ്റിയിലേക്ക് നമ്മളെങ്ങനെ കൊണ്ടുപോകുന്നതാണ്. ഇനി പറയാം, വമാ തഅ്തീഹിം മിൻ ആയാത്തി റബ്ബിഹിം, അള്ളാഹുവിൽ നിന്നുള്ള ഈ തെളിവുകളൊക്കെ, ഈ വന്ന തെളിവുകളൊക്കെ അത് പ്രവാചകന്മാരായും വേദങ്ങളായും മുഅ്ജിസത്തുകളായും ഇതൊക്കെ അവർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ എല്ലാ സമൂഹങ്ങളും ചെയ്തതെന്താണെന്ന് ചോദിച്ചാൽ ഇല്ലാക്കാനു അൻഹാ മുഅ്രിദീൻ, അവർ ഇതിനൊക്കെ അങ്ങ് അവഗണിച്ചു. എല്ലാത്തിനെയും അവർ അങ്ങ് അവഗണിച്ചു കളയാം. ഈ അവഗണിച്ചു കളയാന്ന് പറയുമ്പോൾ ഒരു സംഭവത്തിനെ, ഒരു വ്യക്തിയെ, ഒരു സംഗതിയെ നമ്മൾ പരിഗണിക്കേണ്ട വിധം പരിഗണിച്ചില്ലെങ്കിൽ അത് അവഗണനയാണ്. ഈ അവഗണന തന്നെയാണ് അതിനോടുള്ള പരിഹാസവും. ഇത് രണ്ടും ഒന്നെ. അവഗണിക്കുക എന്ന് പറയുമ്പോൾ പരിഗണിക്കേണ്ടതിനെ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിച്ചില്ലെങ്കിൽ അതിനെ അവഗണിക്കലായി, അത് പരിഹാസവുമായി. അതാ ഫഖദ് കദ്ദബൂ ബിൽ ഹഖ്. ഇനി മക്ക മുശ്രിക്കുകളോട് ഡയറക്റ്റ് വരിക. ഫഖദ് കദ്ദബൂ ബിൽ ഹഖ്, ഈ മക്ക മുശ്രിക്കുകളും ഇത് തന്നെ ചെയ്തു. യാഥാർത്ഥ്യമെന്ന അവർക്ക് പരിചയമുള്ള, അവർ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെയും സന്തതി പരമ്പരകളാണ്. അവർക്കിതൊന്നും അറിയാത്തതൊന്നല്ല. അതവർക്ക് വന്നപ്പോൾ അവർ അതിനെ തള്ളിക്കളഞ്ഞു. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയെ അവർ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. അള്ളാഹു ഉണ്ട് എന്നുള്ളതൊക്കെ അവർക്കറിയാം, അതിനൊന്നും അവർക്ക് വിഷയമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ ഈ പറയുന്ന ലാത്ത, ഉസ്സ, മനാത്ത എന്നൊക്കെ പറയുന്ന നമ്മുടെ മടവൂര് മുഹയ്യദ്ദീൻ ഷേഖ്, റിഫായിൻ ഷേഖൊക്കെ പോലത്തിന് അതിൻ്റെ പകരമുണ്ടായിരുന്ന അവരുടെ ആളുകൾ അത് തന്നെയാണ് നൂഹ് നബിയുടെ സമൂഹത്തിലുണ്ടായിരുന്ന വദ്, സുവാ, യഊസ് എന്നൊക്കെ പറയുന്നത്. അതിനെ കൈവിട്ടിട്ടുള്ളൊരു പരിപാടിക്ക് അവർ തയ്യാറായില്ല. കാരണം അവർ എത്രയൊക്കെ മണ്ണിട്ട് മൂടിയാലും അവർ ജീവിക്കുന്നത് എവിടെയാണ്? അവർ ജീവിക്കുന്നത് കഅബയുടെ ചുറ്റുഭാഗത്തല്ലേ. ഈ കഅബ എങ്ങനെ ഉണ്ടായി? ഇതൊക്കെ അവരറിയാത്തതല്ല. അവർ ചരിത്രത്തിനെക്കുറിച്ച് അന്തം കെട്ടവരൊന്നുമല്ല. ചരിത്രമൊക്കെ അവരുടെ 20, 30, 40 വാപ്പമാരുടെ പേര് വരെ കാണാതെ പഠിച്ചു നടക്കുന്ന ആൾക്കാരാണ്. നമുക്ക് നമ്മുടെ വല്യാപ്പാടെ പേരിച്ചുണ്ടാ ഇല്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ അവരിതൊക്കെ എഴുത്തും വായനയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവരിതൊക്കെ ഏറ്റി നടക്കുന്ന ആളുകളാണ്. എന്നിട്ട് പോലും അവർക്ക് അവരുടെ ഏറ്റെടുക്കാൻ മനസ്സിലാവാതെ ഒന്നല്ല അത്. ഫസൗഫ യഅ്തീഹിം, അവർക്ക് വരാൻ പോകുന്നു അൻബാഉ മാ കാനൂ ബിഹി യസ്തഹ്സിഊൻ, എന്തിനെയാണ് അവർ ഈ പരിഹസിച്ചത് എന്ന് അവർക്ക് അടുത്ത് തന്നെ അവർക്ക് അതിൻ്റെ വിവരങ്ങൾ വരും. ഇത് നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചരിത്രം വെച്ച് നോക്കിയാൽ ഹിജ്റയ്ക്ക് ശേഷം സമ്പൂർണ്ണ പരാജയത്തിലേക്ക് അവർ പോയി. ഇനി എല്ലാവരെയും കുറിച്ചിട്ടുള്ള സംഭവമാണെങ്കിൽ നമ്മുടെ മരണത്തോടെ നമ്മളും ഇത് എല്ലാ മനുഷ്യരും മനസ്സിലാക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇത് ഇതിൻ്റെ ബാക്കി നമ്മൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എടുക്കാം. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.